അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തെന്ന് കരുതുന്നു. ഇസ്ലാമികപരമായ അറിവുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വളരെ ഉപകാരപ്രദമായ ഒരറിവാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖുർആനിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പവർഫുള്ളായ ദുആയാണ് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ മുറുകെ പിടിച്ചോളൂ, തീർച്ചയായും ഉപകരിക്കും. അക്രമിയായ ഫിറഔനിൻ്റെ ഭീഷണി മൂലം മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്നും മദിയൻ എന്ന സ്ഥലത്തേക്ക് പോയി. ആരെയും പരിചയമില്ല, ദുഃഖം നിറഞ്ഞ സാഹചര്യം മാത്രം. ആരാണ് ഈ അവസ്ഥയിൽ മൂസാ നബിക്ക് അഭയം നൽകുക? മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ദുആ ഏതാണെന്ന് നോക്കാം. സൂറത്തുൽ ഖസസിലെ 24-ാം ആയത്ത്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മൂസാ നബി അലൈഹിസ്സലാം ഈ ദുആ ആത്മാർത്ഥമായി ചൊല്ലിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാം അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുത്തു. കൂടാതെ സുരക്ഷിതമായ ഇടം നൽകി, നല്ല തൊഴിൽ നൽകി, ഭക്തനായ ഒരു സുഹൃത്തിനെ നൽകി, സൽസ്വഭാവിയായ ഒരു ഭാര്യയെയും നൽകി. ഈ കാര്യങ്ങളെല്ലാം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ ഈ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ഈ ദുആ ഫലമായി മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശുഐബ് നബിയുടെ വീട്ടിൽ അഭയം ലഭിച്ചു. ഭക്തനായ ശുഐബ് നബിയുടെ സുഹൃത്താവാൻ മൂസാ നബിക്ക് ഭാഗ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് വിവാഹം അന്വേഷിക്കുന്നവരും നല്ല ജോലി തേടുന്നവരും ഹലാലായ ഉദ്ദേശങ്ങൾ ഉള്ളവരും ഈ ഒരു ദുആ ചൊല്ലുക. തീർച്ചയായും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതുപോലെ ഇത് ഓതുന്നവരെയും അല്ലാഹു ആദരിക്കും ഇൻഷാ അല്ലാഹ്. വളരെ രഹസ്യമായി ചൊല്ലേണ്ട ഒരു ദിക്റാണിത്. എല്ലാ ദിക്റും നമ്മൾ രഹസ്യമായാണ് ചൊല്ലുന്നത്. എങ്കിൽ പോലും ഈ ദിക്റ് ചൊല്ലുന്നത് മറ്റൊരാളോടും പറയാൻ പാടുള്ളതല്ല. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ദിക്റാണിത്. ഇത് പതിവാക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതായത് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമാവസ്ഥയിൽ നിന്നും മുക്തരാവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടും. നിന്റെ മാറ്റങ്ങൾക്ക് കാരണം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കും. എല്ലാ ഹൈറായ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ ഈ ഒരു ദിക്റിനെ പതിവാക്കുക. ഈ ചെറിയൊരു ദിക്റിൻ്റെ പവർ അറിഞ്ഞാൽ ഒരാളും ഇത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയില്ല. നമുക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് അപ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ്. എന്നാൽ നിസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റയിട്ട എണ്ണങ്ങൾ ചൊല്ലുന്നതാണ് ഉത്തമം. നമുക്ക് എത്രയാണോ പറ്റുന്നത്, കുറച്ചായാലും കൂടുതലായാലും അത് ചൊല്ലുക. 7, 11, 21, അതല്ല 100, 1000 എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. ചൊല്ലിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. പടച്ച റബ്ബ് തരുന്ന നിധിയായി, അത്ഭുതങ്ങളിൽ അത്ഭുതം നിറഞ്ഞ നിധിയായി കൊണ്ട് ഈ ദിക്റിനെ ദായിമാക്കുക. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അർത്ഥം, അല്ലാഹുവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഏറ്റവും അധികം ആവശ്യക്കാരനാണ്. ഇതാണ് ആ ചെറിയ ദുആയും അർത്ഥവും. ജീവിതത്തിൽ പതിവാക്കാൻ
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണും വരെ